2025 ഏപ്രിൽ 21 ഒരു വലിയ ഗൂഢാലോചന കശ്മീരിൽ നടക്കുന്നു. ഈ ഗൂഢാലോചനയ്ക്ക് ശേഷം പിറ്റേ ദിവസം 2022 ഒരു കൂട്ടം വിനോദസഞ്ചാരികളെ ഭീകരർ വെടിവെച്ച് കൊല്ലുന്നു. അതെ, പഹൽഗാം അറ്റാക്കിൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞത്. ആ ക്രൂരമായിട്ടുള്ള ആക്രമണത്തിന് ശേഷം ഇന്ത്യ മറുപടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ. അതിനുശേഷം മറ്റൊരു ഓപ്പറേഷൻ കൂടി ഇന്ത്യ നടത്തി, ഓപ്പറേഷൻ മഹാദേവ്. ആ ഓപ്പറേഷൻ മഹാദേവിലൂടെ ഇതിൽ പങ്കെടുത്തിട്ടുള്ള ഭീകരരെ ഒന്നടങ്കം ഇല്ലാതെയാക്കി, ഒരാളെ ഒഴിച്ച്. ആ ഒരാളിലേക്കുള്ള വിവരം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കൃത്യമായ നിരീക്ഷണങ്ങളും അതേക്കുറിച്ചുള്ള അന്വേഷണങ്ങളും എല്ലാം നീണ്ട 8 മാസം NIA നടത്തി. അപ്പോഴും നമ്മുടെ പ്രതിപക്ഷം അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന വിദ്വാൻ ചോദിച്ചു, എന്താണ് തെളിവ്? പാർലമെൻറ്റ് സമ്മേളനത്തിനിടെ എന്താണ് ഈ ഭീകരരെക്കുറിച്ച് അല്ലെങ്കിൽ അവരെ വേട്ടയാടുന്നതിനെക്കുറിച്ച് എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടത്, നിങ്ങൾ ഇതിന് സമാധാനം പറയണം, ഉത്തരം പറയണം എന്നായിരുന്നു ഈ വിദ്വാൻ അടക്കമുള്ള പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. അത് ഉന്നയിച്ച വലിയ കോലാഹലം പാർലമെൻറ്റിൽ ഉന്നയിക്കാനിരിക്കുന്ന ദിവസം രാവിലെ വരുന്ന വാർത്ത എന്ന് പറയുന്നത് പഹൽഗാം അറ്റാക്ക് നടത്തിയ ഭീകരർ 3 പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതായിരുന്നു. അതുതന്നെയാണ് മോദി ഭരണകൂടം പ്രതിപക്ഷത്തിന് മുന്നിലേക്ക് വെച്ചിട്ടുള്ള ആ തെളിവുകൾ. അപ്പോൾ ചോദിച്ചു, എന്താണ് ഇവർ തന്നെയാണ് ഈ ഭീകരാക്രമണം നടത്തിയത് എന്നുള്ളതിന് തെളിവ് എന്നാണ്. എത്ര തെളിവ് കൊടുത്താലും കണ്ണിൽ മത്തയടിച്ചിരിക്കുന്ന പ്രതിപക്ഷത്തിന് മുമ്പിലേക്ക് ഈ ഒരു കാര്യം എത്തപ്പെടില്ല. കാരണം അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റു പലർക്കും വേണ്ടിയാണ് എന്നുള്ളത് ഇന്ന് നമ്മുടെ ജനത്തിന് കൃത്യമായിട്ടറിയാം. എന്തായാലും ഈ പ്രതിപക്ഷ നേതാവിൻ്റെ മുന്നിലേക്ക് തന്നെ വീണ്ടും ഒരു തെളിവ് കൂടി എത്തുകയാണ്. നമ്മൾ പറഞ്ഞ ഏപ്രിൽ 22 നടന്ന പഹൽഗാം അറ്റാക്കിൻ്റെ മുഖ്യ സൂത്രധാരൻ അത് ആരാണ് എന്നുള്ളത് തിരശീല നീക്കി മറ നീക്കി പുറത്തു വന്നിട്ടുണ്ട്. പാകിസ്ഥാൻ സ്വദേശി തന്നെയാണ്. സാജിദ് സൈഫുള്ള ജാട്ട് എന്നാണ് ഈ പൊന്നോമന മോൻ്റെ പേര്. NIA ഇത് കണ്ടെത്തിക്കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട ഗൂഢാലോചന നടത്തിയത് ഇയാളാണ് എന്ന് പറയുകയും ചെയ്യുന്നു. പാകിസ്ഥാനിലെ കസൂർ സ്വദേശിയാണ് ഈ സാജിദ് സൈഫുള്ള ജാട്ട് എന്ന് പറയുന്ന ഒന്നാന്തരം ഭീകരൻ. ഇനി രാഹുലിനും പ്രതിപക്ഷത്തിനും വേറെ എന്തെങ്കിലും സംശയം ഉണ്ടാകുമോ എന്നൊന്നും അറിയില്ല. ഈ 42 വയസ്സിനുള്ളിൽ ഇവൻ നടത്തിയിട്ടുള്ളത് അത്തരത്തിലുള്ള ഭീകരാക്രമണമാണ്. അതായത് 2023 ഈ മോൻ പൂഞ്ചിലെ ഭാട്ട ധൂരിയാനിക്ക് സമീപം 5 സൈനികരെ കൊലപ്പെടുത്തിയതിലും മുഖ്യ സൂത്രധാരനാണ് എന്നാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം. അപ്പോൾ ഈ ഭീകരനെ കണ്ടെത്തുന്നതിലേക്ക് ഒരുപാട് കടമ്പകൾ NIAക്ക് കടക്കേണ്ടതുണ്ടായിരുന്നു. കാരണം എല്ലാ വിവരങ്ങളും എന്നും പുറത്തു വിട്ടുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ മുമ്പിലേക്ക് ഇതാണ് തെളിവ്, നിങ്ങളിതൊന്ന് അംഗീകരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും പോകാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ നടത്തിയിട്ടുള്ള അന്വേഷണം 1000-ലധികം പേരെയാണ് ഈ ഒരു പഹൽഗാം അറ്റാക്കുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ മുഖ്യ സൂത്രധാരനിലേക്കൊക്കെ എത്താൻ വേണ്ടിയിട്ട് NIA ചോദ്യം ചെയ്തത്. ഇതിൻ്റെ കുറ്റപത്രം ഇപ്പോൾ ജമ്മുവിലെ NIA കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഭീകരർക്ക് സഹായം നൽകിയവരെക്കുറിച്ചുള്ള വിവരങ്ങളുമൊക്കെ പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട്. 1567 പേജുള്ള കുറ്റപത്രമാണ്. വളരെ നടുക്കുന്ന വിവരങ്ങൾ ഈ കുറ്റപത്രത്തിലുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പ്രകാരം പറയുന്നത്. അപ്പോൾ ഈ ഭീകരനെ ഇതിലേക്ക് അയക്കുമ്പോൾ ഇയാൾക്ക് കൊടുത്തിട്ടുള്ള ഉപദേശം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിർദ്ദേശം എന്ന് പറയുന്നത് മതപരമായിട്ടുള്ള ലക്ഷ്യങ്ങളോടുകൂടിയുള്ള ഭീകരമായ കൊലകൾക്ക് വിദേശ ഭീകരരെ മാത്രമേ ഉപയോഗിക്കാവൂ എന്നുള്ളതായിരുന്നു കൊടുത്തിട്ടുള്ള നിർദ്ദേശം. ഇനി ഈ ഭീകരന് എങ്ങനെയാണ് ഇതുമായി ബന്ധമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലഷ്കർ-ഇ തൊയ്ബയുടെ മറ്റൊരു ശാഖയായിട്ടുള്ള ദി റെസിസ്റ്റൻറ്റ് ഫ്രണ്ടാണ് ഇതിന് പിന്നിൽ എന്നുള്ളത് നമുക്ക് ആദ്യമേ തന്നെ ലഭിച്ച വിവരമാണ്. അപ്പോൾ ഈ ലഷ്കർ-ഇ തൊയ്ബയിൽ പ്രവർത്തിച്ച ഇയാളെ ഈ ദി റെസിസ്റ്റൻറ്റ് ഫ്രണ്ടിൻ്റെ തലവനാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഈ സാജിദ് സൈഫുള്ള ജാട്ടിനെ റെസിസ്റ്റൻറ്റ് ഫ്രണ്ടിൻ്റെ TRFൻ്റെ തലവനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇയാളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് 10 ലക്ഷം രൂപയാണ്
പാരിതോഷികം NIA പ്രഖ്യാപിച്ചിരുന്നത്. അപ്പോൾ ഈ വിവരം നൽകിയത് ആരാണ് എന്നുള്ള ചോദ്യമുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. എന്തായാലും UAPA പ്രകാരം നിരോധിക്കപ്പെട്ടു, ഇയാളെ ഒരു ഭീകരനായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു 8 മാസത്തോളം നീണ്ട അന്വേഷണം, കുറ്റപത്രത്തിലും മറ്റുള്ള പേരുകൾ കൂടിയുണ്ട്. സുലൈമാനി ഷാ, ഹംസ അഫ്ഗാനി, ജിബ്രാൻ, ഈ 3 പേരും ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ കൊടും ഭീകരനായിട്ടുള്ള സാജിദ് സൈഫുള്ള ജാട്ടും ചേർന്നുകൊണ്ടാണ് ഈ ഒരു ആസൂത്രണമെല്ലാം നടത്തിയിട്ടുള്ളത്. പക്ഷേ എന്തുകൊണ്ടോ ഹൂറികളുടെ അടുത്തേക്ക് കൂടുതൽ മുൻപേ പോകാനുള്ള യോഗമുണ്ടായത് നേരത്തെ നമ്മൾ അവസാനം പറഞ്ഞിട്ടുള്ള സുലൈമാനി ഷായ്ക്കും ഹംസ അഫ്ഗാനിക്കും ജിബ്രാനും ആയിരുന്നു. ഈ സാജിദ് സൈഫുള്ള ജാട്ടിനെ ഉടൻ തന്നെ ഹൂറികളുടെ അടുത്തേക്ക് അയക്കാനുള്ള നടപടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേന്ദ്രം എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഈ പറയുന്ന ഭീകരന്മാരെ നമ്മൾ പറഞ്ഞു 2025 ഏപ്രിൽ 21 ഈ ഭീകരർക്ക് എത്തണമെന്നുണ്ടെങ്കിൽ, അവർക്ക് കൃത്യമായ ഇടങ്ങൾ കാണിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് സഹായമില്ലാതെ പറ്റില്ല. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ സൈഫുള്ള ജാട്ടിന് കൊടുത്തിട്ടുള്ള നിർദ്ദേശം അനുസരിച്ച് അവർക്ക് അവിടെ എത്തണമെന്നുണ്ടെങ്കിലും കൃത്യമായ ആസൂത്രണം നടത്തണമെന്നുണ്ടെങ്കിലും സ്വാഭാവികമായും കാശ്മീരിലെ ഈ ഭാഗത്തും പ്രാദേശിക ഭീകരരുണ്ടാകും. ഇവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്നത് ഉറപ്പായിട്ടും പ്രാദേശിക ഭീകരൻ, അല്ലാതെ എൻ്റെ വംശം അല്ലെങ്കിൽ എനിക്കൊപ്പമുള്ളവനെയൊക്കെ കൊന്നു വെടിവെച്ച് തീർക്കട്ടെ എന്ന് ചിന്തിക്കുന്ന നല്ല മനസ്സുള്ളവരൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ചിന്തിക്കുന്നവർ എന്തായാലും ഭീകരന്മാർ തന്നെയാണ്, ഭീകരർക്കൊപ്പം നിൽക്കുന്നവരൊക്കെയും. ഇത്തരത്തിൽ ഇവർക്ക് ഭക്ഷണം നൽകുക, ലൊജിസ്റ്റിക്കൽ പിന്തുണ നൽകുക, കൂടെ വഴികാട്ടിയാവുക എന്നുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തതിന് മറ്റ് കുറച്ചു പേരെ കൂടി ചേർത്തുകൊണ്ടുള്ള കുറ്റപത്രത്തിൽ ഇവർക്ക് കൂടുതൽ പേരുകളുണ്ട്. അതായത് ബഷീർ അഹമ്മദ് ജോത്തർ, പർവേസ് അഹമ്മദ് ജോത്തർ, മുഹമ്മദ് യൂസഫ് കട്ടാരി ഉൾപ്പെടെ 6 പേരെയാണ് ചേർത്തുകൊണ്ടാണ് കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ പറയുന്ന ഭീകരന്മാരെ ഇതിൽ ബഷീറും പർവേസിനും നമ്മൾ പറയില്ലേ ഒറ്റിക്കൊടുക്കുക എന്ന് പറയുന്നത് വെറും 3000 രൂപയ്ക്കാണ് നമ്മുടേതായ ആളുകളുടെ 26 പേരുടെ ജീവൻ എടുക്കാനുള്ള ഈ ഒരു ഒറ്റ ശ്രമത്തിന് അല്ലെങ്കിൽ ഭീകരാക്രമണത്തിന് ഇവർ നമ്മുടെ രാജ്യത്തെ ഒറ്റിക്കൊടുത്തത് വെറും 3000 രൂപയ്ക്കാണ്. ഈ ഭീകരന്മാരെ ബഷീറിനും പർവേസിനും നൽകിയത് 3000 രൂപയാണ്. ഹിൽ പാർക്ക് ഭാഗത്തെ, കാശ്മീരിലെ ആ ഭാഗത്തുള്ള ഹിൽ പാർക്ക് എന്ന് പറയുന്ന ഭാഗത്തെ ഒരു കുടിലിലാണ് ഇവരെ കൊണ്ടുചെന്ന് താമസിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. താമസിപ്പിക്കുക മാത്രമല്ല വെള്ളവും വസ്ത്രവും എല്ലാം നൽകുകയും അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുകയും ചെയ്തു. കാരണം ജിഹാദിനിറങ്ങാൻ പോവുകയാണല്ലോ, അപ്പോൾ ജിഹാദിനിറങ്ങുമ്പോൾ ഇതെല്ലാം സൗകര്യം കൊടുക്കും. അപ്പോൾ ജിഹാദ് ചെയ്യാനായിട്ട് സൗകര്യം നൽകുന്നവനും ഹൂറികളെയും മദ്യപ്പുഴയും ഒക്കെ കിട്ടും. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഏർപ്പാടിലേക്ക് ഇവർ പോകുന്നത്. എന്തായാലും ഇത് കൂടാതെ ഇവർ എന്ത് ചെയ്തു, ഈ മൂന്നാമനുണ്ടോ മുഹമ്മദ് യൂസഫ്, ഇവനാണ് ഏറ്റവും വലിയ ടെറർ. കാരണം ദക്ഷിണ കാശ്മീരിലുള്ള വനമേഖലയിലൂടെ ആക്രമണം നടന്ന ഈ പെഹൽഗാം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഈ കൊടും ഭീകരന്മാരെ കൊണ്ടുവന്നത് മുഹമ്മദ് യൂസഫ് കട്ടാരി എന്ന് പറയുന്ന ഈ കൊടും ഭീകരനാണ്. ഇവനെ എന്തായാലും ബഷീറിനെയും പർവേസിനെയും ജൂണിൽ തന്നെ അറസ്റ്റ് ചെയ്യുകയുണ്ടായിരുന്നു. അവരിൽ നിന്നാണ് ഈ പ്രധാനപ്പെട്ട തെളിവുകളെല്ലാം ലഭിച്ചത്. ഇവരിലേക്കുള്ള ഈ പറയുന്ന ആളിലേക്കുള്ള ജാട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ആസൂത്രണം നടത്തിയത് എന്നുള്ളതിലേക്കും ഒക്കെയുള്ള വിവരങ്ങൾ ലഭിച്ചത് അങ്ങനെയാണ്. നമ്മൾ പറഞ്ഞതുപോലെ ഇതിനെക്കുറിച്ചുള്ള പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. 10 ലക്ഷം രൂപയാണ് ഈ സാജിദ് സൈഫുള്ള ജാട്ട് എന്ന് പറയുന്ന കൊടും ഭീകരനെ കുറിച്ചുള്ള വിവരം നൽകുന്നവർക്ക് പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ അത്തരത്തിലുള്ള വിവരങ്ങൾ ഒരിക്കൽ പോലും പുറത്തു വിടില്ല കേന്ദ്രം. കാരണം ആ ഒരു വിവരം ലഭിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും ജീവന് സംരക്ഷണം നൽകുക എന്നുള്ളത് കേന്ദ്രത്തിൻ്റെ ഉത്തരവാദിത്തമായതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടാൻ തയ്യാറാവുകയില്ല. അതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് ഇയാളാണ്. ഇയാൾക്കെതിരെ ഒരു ലഷ്കർ ഇ തൊയ്ബ എന്ന് പറയുന്ന ഭീകര സംഘടനയ്ക്കെതിരെയും കുറ്റം ചുമത്തി കഴിഞ്ഞിട്ടുണ്ട് NIA. അങ്ങനെ സാധാരണ ചെയ്ത് കാണലില്ല. ലഷ്കർ ഇ തൊയ്ബ എന്ന് പറയുന്ന ഭീകര സംഘടനയ്ക്കെതിരെ കൂടി നമ്മുടെ ഭാരതീയ ന്യായ സംഹിത പ്രകാരമൊക്കെ കുറ്റം ചുമത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി ഇതോടൊപ്പം പുറത്തു വരുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ,
ഇന്ത്യ ലൈവിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് നിങ്ങളെ ഏവരുടെയും സഹകരണം ആവശ്യമാണ്. അപ്പോൾ എല്ലാവരും ചാനൽ കാണുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക.